ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉണ്ട്. കോഴിക്കോട് ഈങ്ങപ്പുഴ കൊലപാതകത്തിൽ പ്രതി യാസിർ ലക്ഷ്യം വെച്ചത് ഷിബിലയുടെ ഉപ്പയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഷിബിലയെ കൂടെ കൊണ്ടുപോകുന്നതിൽ ഉപ്പ തടസ്സം നിന്നുവെന്നും യാസിറിന്റെ മൊഴിയുണ്ട്. വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് തന്നെ ചേരുന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയാം. വി എസ് രഞ്ജിത്ത്, ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഈ യാസിർ യഥാർത്ഥത്തിൽ ഷിബിലയല്ല കൊല്ലാൻ ശ്രമിച്ചത്, ഉപ്പയാണ് കൊല്ലാൻ ശ്രമിച്ചതെന്നാണ് അറിയുന്നത്. പക്ഷേ ഈ ഷിബിലയ്ക്കും യാസിറിനോടൊപ്പം താമസിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നതല്ലേ വാസ്തവം? ഷിബിലയ്ക്ക് യാസറിൻ്റെ കൂടെ പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ ഷിബില തിരിച്ചെത്തിയ ശേഷം അതിൽ കൂടുതൽ താല്പര്യക്കേട് കാണിച്ചതും ഈ യാസറിൻ്റെ കൂടെ വിടില്ലാൻ തീരുമാനിച്ചതും ഷിബിലയുടെ ഉപ്പയായിട്ടുള്ള അബ്ദുറഹ്മാനാണ്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ഈ പറയുന്ന യാസിർ വളരെ കൃത്യമായി പോലീസിനോടും നാട്ടുകാരോടുമൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഉദ്ദേശിച്ചത് ഉപ്പയെയാണ് എന്നുള്ളതാണ്. ഉപ്പ കാരണം കൊണ്ടാണ്, ഉപ്പ തടസ്സം നിന്നതുകൊണ്ടാണ് ഈ ഷിബില ഇത്തരത്തിൽ തൻ്റെ കൂടെ വരാത്തത് എന്നൊരു അഭിപ്രായമാണ് ഇന്നലെ പിടികൂടുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത്. മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടില്ല. ഇതൊരു കൃത്യമായ മൊഴിയായി രേഖപ്പെടുത്തിയ കാര്യവുമല്ല. പക്ഷേ പോലീസിനോട് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് ഉപ്പയെ ആണ് എന്നുള്ളതാണ്. അതിനിപ്പോൾ നാട്ടുകാരും ഒക്കെ സാക്ഷ്യം പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ ഉപ്പ നാസർ ഇന്നലെ ഈ ഷിബില യാസർ പറയുന്നത് ഉപ്പയെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട ആളാണല്ലോ, ഉപ്പയെ ലക്ഷ്യം വെച്ച് തന്നെയാണോ വന്നിട്ടുള്ളത് യാസർ? ഇപ്പോൾ ലക്ഷ്യം വെച്ചാണോ എന്ന് അറിയില്ല. കാരണം നമ്മൾ അവിടെ വന്നപ്പോൾ അവിടെ ഇല്ലല്ലോ, സ്പോട്ടിലില്ലല്ലോ. കാരണം ഞാനിത് ബഹളം കേട്ടിട്ടാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അന്നപ്പം ആ ഷിബില എന്ന് പറഞ്ഞ വ്യക്തി അവിടെ കുത്തു കൊണ്ടിട്ട് കിടക്കുന്നുണ്ട്. പിന്നെയാണ് തൊട്ടതായ വീടാണ് അടുത്തുള്ള. വരുമ്പോൾ എന്താ നമ്മൾ കണ്ടപ്പോൾ ഷിബില എന്ന് പറഞ്ഞ വ്യക്തി മരണപ്പെട്ട കുട്ടി അവിടെ കിടക്കുകയായിരുന്നു. കൗത്തിലെ കുത്തു കൊണ്ടിട്ട് അവിടെ കിടക്കുകയായിരുന്നു. പിന്നെ ഉപ്പൻ്റെ തല ഭാഗത്ത് 2 വലിയ മുറിയുണ്ട്. ബ്ലഡ് നല്ലോണം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. അത് നിങ്ങളെ ആക്രമിക്കാൻ വന്നു? അവിടെ നമ്മളങ്ങോട്ട് അടുക്കുന്ന വരുന്നവരോ എല്ലാവരെയും കത്തി വീശുന്നുണ്ടായിരുന്നു. അല്ല, കുറച്ച് 2-3 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കത്തി വീശുന്നുണ്ടായിരുന്നു. വേറൊരു അക്ബർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അവരും വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ അടുത്തേക്ക്. അപ്പോൾ നമ്മളെ നേരൊക്കെ വന്നപ്പോൾ അവിടെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിൾ എടുത്തിട്ട് ഞങ്ങൾ വീശിയതായിരുന്നു. അന്നപ്പം കാറി കയറി പോയി. ആൾ കൂടിയപ്പോഴേക്കും വണ്ടി എടുത്ത് വിട്ടു. ഉദ്ദേശിച്ച ഷിബിലി ആയിരിക്കില്ല, ഉപ്പയായിരിക്കാനുള്ള സാധ്യതയാണോ കാണുന്നത് നാട്ടുകാർ? അത് കറക്റ്റ് അറിയില്ല എന്തെന്നാണെന്നുള്ളത്. ഈ യാസർ ഇന്നലെ പറഞ്ഞ കാര്യം വെച്ച് യാസർ എത്തിയത് ഉപ്പയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഷിബിലയെ നിരന്തരമായി തൻ്റെ കൂടെ കൊണ്ടുപോകണമെന്ന് യാസർ ആഗ്രഹിച്ചിരുന്നു. അതിന് തടസ്സം നിന്നത് ഉപ്പയാണെന്നുള്ളതാണ്. ഇന്നലെ യാസർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ഇപ്പോൾ യാസർ പറയുന്നത് ഉപ്പയെ ലക്ഷ്യം വെച്ച് വന്നു, പക്ഷേ ഷിബിലയെ കൊലപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ് പിടിക്കപ്പെട്ട സമയത്ത് നാട്ടുകാരോടും പോലീസിനോടൊക്കെ യാസർ പറഞ്ഞിട്ടുള്ളത്. അതിനൊരു സാധ്യത കാണുന്നില്ല. കാരണം പല തവണയായിട്ട് ഇവിടെ വന്ന് പ്രശ്നമുണ്ടായ സമയത്തൊക്കെ തന്നെ നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഈ ഷിബിലനോട് യാസർ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പ് പ്രശ്നമുണ്ടായ സമയത്തൊക്കെ ഇവിടെ വന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഈ മഹല്ല് കമ്മിറ്റി വേർപെടുത്താൻ തീരുമാനിച്ചപ്പോൾ യാസറിൻ്റെ ഒരു തീരുമാനം എന്താണെന്നൊക്കെ ആദ്യം അറിഞ്ഞിരുന്നു? യാസറിനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ യാസർ മഹല്ല് കമ്മിറ്റിയോട് പറഞ്ഞിട്ടുള്ളത്, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാൻ ഈ വാടക വിട്ടെടുത്തിട്ട് എവിടെയെങ്കിലും താമസിക്കുക, എനിക്ക് എന്തായാലും ഇവിടെ ഒപ്പം വേണം, അത് കുറഞ്ഞ് വേറൊരു പഞ്ചായത്തും ഇല്ല, വേറെ ഒന്നിനും ഞാൻ നിൽക്കൂല. യാസറിൻ്റെ കുടുംബം എന്താണ് പറയുന്നത്? യാസറിൻ്റെ കുടുംബവും ഇവൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവരും അസ്വസ്ഥരായിട്ട് നിൽക്കുകയായിരുന്നു. അവർ പറഞ്ഞാൽ പോലും കേൾക്കാത്തൊരു സാഹചര്യമായിരുന്നു. അവരെ കൂടെ അല്ല ഇവർ താമസിച്ചിരുന്നത്. ഇവർ വാടക വീടിട്ട് ഈങ്ങാപ്പുഴ കുഞ്ഞുകുളത്താണ് വാടകയ്ക്കായിരുന്നു താമസിച്ചത്. ഇത് ഇന്നലെ യാസർ പിടിക്കപ്പെടുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അത് പൂർണ്ണമായും വിശ്വസിച്ചെടുക്കേണ്ടതില്ല. കാരണം ഷിബിലയെ കൊലപ്പെടുത്തുമെന്ന് നിരന്തരം യാസർ ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരും കുടുംബത്തിൻ്റെയും ഒക്കെ ആക്ഷേപം. ഓക്കെ, രഞ്ജിത്ത്, ഒരു കാര്യം കൂടി. ഈ ഷിബിലയ്ക്ക് ഈ യാസറിനെ ഭയമായിരുന്നു എന്നുള്ളത് നേരത്തെ പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ആക്രമണം ഭയന്നിരുന്നു ഷിബിലയും കുടുംബവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് വേണ്ട വിധത്തിൽ ആ പരാതി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ രഞ്ജിത്ത്? ഈ പരാതി കിട്ടിയ സമയത്ത് യാസറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടുത്തെ ഇൻസ്പെക്ടർ വിളിപ്പിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിളിപ്പിച്ച സമയത്ത് ഒന്ന് ഉപദേശിച്ച് വിട്ടു എന്നുള്ളതാണ്. അതൊരു കേസായി പരിഗണിച്ച് ആ ഭീഷണിപ്പെടുത്തിയതിന് കേസ് രജിസ്റ്റർ ചെയ്യാനോ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാനോ തയ്യാറായില്ല എന്നുള്ളതാണ്. ഈ കൊലപ്പെടുത്തിയ ശേഷം യാസർ എത്തിയതിൻ്റെ വിരലടയാളങ്ങളൊക്കെ മതിലിൽ കാണുന്നുണ്ട്. ഏതായാലും ഈ യാസറിനെ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു ഉപദേശം അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു താക്കീതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പരാതി പരിഗണിച്ച് യാസർ
യാസറിനെ വിളിച്ചു വരുത്തി താക്കീത് കൊടുത്ത് വിട്ടതാണ്. പക്ഷേ അതിലപ്പുറത്തേക്ക് ഒരു ഗൗരവം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. കാരണം ഭീഷണിപ്പെടുത്തിയതിന് കേസ് രജിസ്റ്റർ ചെയ്യുകയോ അത്തരത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയോ ചെയ്തിരുന്നില്ല. ഇവിടുത്തെ പള്ളി കമ്മിറ്റിയും അതുപോലെ തന്നെ നാട്ടുകാരുമൊക്കെ ഇടപെട്ട് ഒരു നിയമപരമായ ഡിവോഴ്സിന് ശ്രമിക്കുമ്പോൾ അതിന് തയ്യാറല്ല എന്നുള്ളത്, ഒറ്റയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഉപദേശിച്ച് വിടുകയായിരുന്നോ വേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ചെന്താമരയും യാസറിനെയൊക്കെ ഒന്ന് ഉപദേശിച്ച് വിട്ടു. യാസറെ അടങ്ങിയിരുന്നോണം കേട്ടോ, നിങ്ങൾ ഭാര്യയൊന്നും ഉപദ്രവിക്കാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉപദേശിച്ച് വിട്ട യാസറെ കത്തിയുമായിട്ട് വന്ന് ഷബിലയെ കുത്തിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഉപ്പയാണ് ലക്ഷ്യമിട്ട് വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലഹരിക്കടിമയായ മനുഷ്യരെ ഇത്തരം ആക്രമണോത്സുകത കാണിച്ചാൽ അക്രമകാരികളായി മാറുന്നുണ്ടെന്നൊരു പരാതി ലഭിച്ചാൽ അവരെ വിളിച്ച് സാരോപദേശം കൊടുക്കാനല്ല പോലീസ് ശ്രമിക്കേണ്ടത്. അതിൻ്റെ പേരിലുള്ള പരാതിയുടെ പേരിലെടുത്ത് കേസെടുത്ത് ജയിലിലിടാനാണ് ശ്രമിക്കേണ്ടത്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പോലീസ് ചെയ്യരുത് എന്ന് തന്നെയാണ് നമ്മുടെ അപേക്ഷയും. കാരണം ഇതേപോലെയുള്ള സ്ത്രീകൾ അവരുടെ ജീവിതത്തെ ഭയന്നുകൊണ്ടായിരിക്കും പോലീസിന് അഭയം പ്രാപിക്കുന്നത്. അപ്പോൾ പോലീസ് അവരെ വിളിച്ചിരുത്തിയിട്ട് മോനെടാ കുട്ട കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഉപദേശിച്ച് വിട്ടാൽ നന്നാവുന്ന മനുഷ്യനാണെങ്കിൽ ഇതിനേക്കാൾ മുമ്പേയൊക്കെ നന്നായേനെ. അതും വളരെ ക്രൂരമായിട്ടുള്ള അക്രമം നടത്തുന്ന ആളുകൾ.